Hello everyone, let us start today's class. Today we are going to discuss about every plant they need a place to live. Every plant they need a place to live. Then in our textbook, page number 12, you can see a report. That means a girl, Safia, she went to study tour from school. Then from there, she saw a orchidarium. That orchidarium is very mostly attractive. She attracted that orchidarium. In that garden, she saw so many different types of orchids she saw. Then that was very beautiful. Then from the we can say that, did you saw a orchid? I think we all saw some of the orchids because one famous orchid is there in our locality, that is Vanda. What do you mean by that orchid name? Vanda. From there we can say that it is seen in a trees. The trees ഒക്കെ attach ചെയ്തിട്ടുള്ള ഒരു ഓർക്കിഡാണ് വാൻഡ. That is the special of that plant, that vanda, is the root having certain peculiarity. ആ റൂട്ട് എന്തായിരിക്കില്ല, into the soil, not into the soil, because it is completely outside ആയിരിക്കും. അപ്പോൾ ഈ ഔട്ട്സൈഡിൽ they can absorb the moisture from the atmosphere. അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ ആ റൂട്ടിലൂടെ അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ സോയിൽ. സോയിലായിരിക്കില്ല, ബട്ട് ഇറ്റ് വിൽ ബി വാട്ട് outside. Then the plant is this type of plant is only depends other plant for shelter. അതായത് വേറൊരു പ്ലാന്റിന് ഈ ഓർക്കിഡ്, ഈ വാൻഡ എന്നുള്ള ഓർക്കിഡ് ഡിപ്പെൻസ് ഓൺ അതർ പ്ലാന്റ്. എന്തിനാ? ഫുഡിന് വേണ്ടിയിട്ടാണോ? നോ, ഇറ്റ് ഈസ് ഡിപ്പെൻസ് ഓൺലി ഫോർ ദ ഷെൽട്ടർ. ഷെൽട്ടറിന് വേണ്ടിയിട്ട് മാത്രം ആ വാൻഡ എന്നുള്ള ഓർക്കിഡ് വേറൊരു പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഫുഡൊന്നും എടുക്കുന്നില്ല. ഓൺലി ഡിപ്പെൻഡ്സ് ഫോർ വാട്ട് ഷെൽട്ടർ, താമസിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ വാൻഡ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് വി ആർ കോൾഡ് ആസ് എപ്പിഫൈറ്റ്സ്. Then I'm asking, what do you mean by epiphyte? Epiphyte എന്ന് പറഞ്ഞാൽ എന്താ? Some plants that depends other plants, depend ചെയ്യുന്നുണ്ട്. For what? For shelter. That is called epiphyte. Epiphyte means the plants depends on another plant only for shelter, is called epiphytes. Okay. Next we can discuss about parasitic plant. Parasitic plants are two types, അതായത് സെമി പാരസൈറ്റും then total parasitum. Then in that, what do you mean by semi parasite? That is, first of all we can discuss about Loranthus. Loranthus എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇത്തിൽ കണ്ണി എന്ന് പറയാം. അതായത് it will be growing in another plant. അതായത് വേറൊരു പ്ലാന്റിന്റെ മുകളിലായിരിക്കും ഈ പ്ലാന്റ് ഗ്രോ ചെയ്യുക. ബട്ട് ഇറ്റ് ഈസ് ഹാവിങ് ദ ലീഫ്, റൂട്ട്, എവറിത്തിങ് ഹാവിങ്. ഇതിന് ഈ ഒരു പ്ലാന്റിന്, ഈ ഗ്രോ ചെയ്യുന്ന പ്ലാന്റിന് എല്ലാം ഉണ്ട്, ലീഫും റൂട്ടും ഒക്കെ ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് അബ്സോർബിങ് ദ വാട്ടർ, മിനറൽസ്, എവറിത്തിങ് ഫ്രം ദ അനദർ പ്ലാന്റ്. ആ ഒരു അനദർ പ്ലാന്റ്, ഇത് അബ്സോർബ് ചെയ്യുന്ന പ്ലാന്റിനെ പറയുന്നതാണ് ഹോസ്റ്റ് എന്നാ പറയാം. Then from that plant, ഈ ഹോസ്റ്റ് പ്ലാന്റ് എന്ത് ചെയ്യും? It will be absorbing water, minerals, everything. Then making food thereon. ഈ ലൊറാന്തസിന്റെ കേസിൽ ലൊറാന്തസ് is absorbing water, minerals from the host plant. അതായത് ഒരു വലിയ ട്രീന്ന് ഈ ലൊറാന്തസ് എന്ത് ചെയ്യും? The water and minerals will be absorbing. Then making the food. ആര്? ലൊറാന്തസിന് ഫുഡ് മേക്ക് ചെയ്യും. This type of plant is called what? Semi-parasite. Okay. What do you mean by semi-parasite? Plants that absorb water and minerals from the host plant. Host plant in the water minerals absorb and prepare their own food. സ്വന്തമായിട്ട് prepare ചെയ്യും food. With the help of their leaves are known as semi-parasite. എക്സാമ്പിൾ ആണ് ലൊറാന്തസ്. എന്താണെന്ന് മനസ്സിലായല്ലോ? പ്ലാന്റ്സ് ആർ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. മെയിൻ പ്ലാന്റിന് എന്ത് ചെയ്യും? വാട്ടർ മിനറൽസ് അബ്സോർബ് ചെയ്യും. ആൻഡ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ഫ്രം ദ ലീഫ്. അതിന്റെ ലീഫിൽ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യും. ദിസ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആർ കോൾഡ് സെമി പാരസൈറ്റ്. എക്സാമ്പിൾ ആണ് ലൊറാന്തസ്. പിന്നെ നെക്സ്റ്റ് വൺ ആണ്
സം പ്ലാന്റ്, അതായത് കസ്കട്ട എന്നുള്ളൊരു പ്ലാന്റ്, അത് യെല്ലോയിഷ് കളറായിരിക്കും ആ പ്ലാന്റിന്. അതെന്ത് ചെയ്യും, വേറൊരു ഹോസ്റ്റ് പ്ലാന്റ്, അതായത് മെയിൻ പ്ലാന്റിന്റെ മേലെ കൂടി ഇങ്ങനെ വളർന്നിട്ട് എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ബി അബ്സോർബിങ് ഫുഡ്. ഇറ്റ് ഈസ് നോട്ട് മേക്കിംഗ് ദെയർ ഓൺ ഫുഡ്. അതെന്ത് ചെയ്യില്ല, ഫുഡ് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കില്ല. അത് ഫുഡ് ഡയറക്ട്ലി അബ്സോർബ് ചെയ്യും. എവിടുന്ന്, ദ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് ദാറ്റ് വിൽ ബി അബ്സോർബിങ് ഫുഡ് ഡയറക്ട്ലി. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്, ടോട്ടൽ പാരസൈറ്റ്. അതിന്റെ എക്സാമ്പിൾ ആണ് കസ്കറ്റ. അണ്ടർസ്റ്റുഡ് വാട്ട് യു മീൻ ബൈ സെമി പാരസൈറ്റ് ആൻഡ് ടോട്ടൽ പാരസൈറ്റ്? സെമി പാരസൈറ്റ് മീൻസ് വാട്ട്, അബ്സോർബ് ചെയ്യും, വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യും എവിടുന്ന്, ഹോസ്റ്റ് പ്ലാന്റിന്. ടു ഫുഡ് they will be prepared their own. That is called semi-parasite. Semi-parasite in example ആണ് Loranthus. Then next one ആണ് in the total parasite, that is absorb food directly from the host plant, is called total parasite. Example ആണ് Cuscata. Then ദ റഫ്ലേഷ്യ. റഫ്ലേഷ്യ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ് അല്ലെ. റഫ്ലേഷ്യ മീൻസ് എന്താ, അത് എന്താണ്, ദ ലാർജസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ് ആണ്. ആ റഫ്ലേഷ്യ എന്നുള്ള ഫ്ലവർ എന്ത് ചെയ്യുന്നു, ഏതിലാ വരിക, അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും. ദാറ്റ് മീൻസ് ടോട്ടൽ പാരസൈറ്റ്. തന്നെ നമുക്ക് എന്താ പറയാം, പാരസൈറ്റിക് പ്ലാന്റ് ആണ് ഏത്, റഫ്ലേഷ്യ ഓൾസോ. ഓക്കെ, next we can discuss about some plants that grow how absorbing the nutrients from decomposed matter, dead and decayed matter. Such plants are known as saprophyte. What do you mean by that? അതായത് some plants are absorbing the nutrients from the decomposed matter. അതായത് കുറേ നമുക്ക് വേണ്ടാത്ത, നമ്മൾ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ ആയിട്ടുള്ള, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്നൊക്കെ എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ഗ്രോയിങ്. ദീസ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആർ കോൾഡ് saprophyte. Then we all know some saprophyte, that means mushrooms. Then ബ്രെഡ് മോൾഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ദിസ് ആക്ടിവിറ്റി. ദാറ്റ് മീൻസ് ടേക്ക് എ bread piece, take a piece of bread and put it in the water, then keep it outside. It is outside. Simply you can keep it outside. Then after 2-3 days, if you are checking that bread, you can see that what some growths are coming out of from the bread. Then you can say that growth is called what, saprophyte. That growth is called saprophyte. Then here we already know what mushroom also a saprophyte. Mushrooms ഒക്കെ ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്ററിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പുറത്തൊക്കെ നമ്മളിങ്ങനെ വെറുതെ വേസ്റ്റ് ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഏരിയയിലൊക്കെ അതെന്തുണ്ടാവും, മഷ്റൂംസ് ഗ്രോ ചെയ്തിട്ട് കാണാൻ പറ്റും. That type of plant is called what, saprophyte. What do you mean by saprophyte? Saprophyte means the plants that absorbing nutrients from decomposed matter. This type of plants are called saprophyte.